ശരിയായ വിവേകവും പ്രേമവും ഉണ്ടെങ്കിൽ ദേഷ്യം വെറുപ്പ് മുതലായ ഗുണങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ സാഹചര്യത്തിൽ തോറ്റു എന്നാണ് അർത്ഥം. ആ സാഹചര്യത്തിൽ നമ്മൾ തോറ്റു. അനന്തമായ ലോകത്തിലെ ഒരു നീർക്കുമ്പളയാണ് നമ്മുടെ, അല്ലേ? ഈ സമന്തമായ സമുദ്രത്തിലെ ഒരു തുള്ളിയാണ് നമ്മുടെ. ഒരു നീർക്കുമ്പോൾ അതിൻ്റെ ആയുസേ ഉള്ളൂ. ഏത് നിമിഷം പൊട്ടിപ്പോ പോവാം. അതിൽ നമ്മൾ അഹങ്കരിക്കും. ഞാൻ പണമുള്ളപ്പോൾ ഭയങ്കര അഹങ്കരിച്ച് ജീവിക്കും. അമ്പലത്തിൽ പോകുന്ന ഒരു ആശ്രമത്തിൽ പോകുന്നൊന്നും ആർക്കും പറയാൻ പറ്റും. വിഷയം പോലാണ്. ഇവകളെ കൊണ്ടും കുടിച്ച് ഇങ്ങനെയൊക്കെ എല്ലാ ചീത്ത പ്രവൃത്തിയും ചെയ്ത് നടക്കും. എന്നിട്ട് ദുഃഖം വരുമ്പോൾ ഈശ്വരനെയും കുറ്റപ്പെടുത്തും. ലോട്ടറി അടിക്കില്ല. അപ്പോൾ ഈശ്വരൻ തരാത്തെന്താ? ഈശ്വരൻ എന്താ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും? നമ്മൾ ആ തത്വം അനുസരിച്ച് എന്തെങ്കിലും പ്രയത്നിച്ചോ? ആ പ്രവൃത്തിയിൽ വൃത്തിയാണ് വരുത്തേണ്ടത്. അല്ലാതെ നിങ്ങൾ കഴുകാത്ത പാത്രത്തിൽ പാലൊഴിക്കുന്ന പോലാണ്. അപ്പം നമ്മുടെ ആ ജ്ഞാനം മനസ്സിലാക്കി നമ്മുടെ കർമ്മം ചെയ്താൽ അതുകൊണ്ട് നമുക്ക് ഫലം പൂർണ്ണമായ എൻ്റെ ഫലങ്ങൾ കിട്ടും. ഈ നിമിഷത്തെ വിവേകമാണ് നമ്മുടെ ആയുസ്. അതാണ് നമ്മുടെ ജീവിതം. അതിലാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. അപ്പോൾ ഓരോ വാക്കിലും ആ വിവേകം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ മുമ്പിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു, ഒരാളെ കത്ത് കിടന്നാലും നമ്മൾ നോക്കും, സാക്ഷിയായിട്ട് മാറി നോക്കും. എന്നാൽ നമ്മളത് ചിന്തിക്കുകയില്ല. നമ്മൾ പിന്നെയും സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ നമ്മൾ നാളെ മരിക്കുമെന്നുള്ളത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല. അഹങ്കരിച്ച് ആരെയൊക്കെ വിഷമിപ്പിക്കാമോ, ആരെയൊക്കെ പീഡിപ്പിക്കാമോ നമ്മൾ ചെയ്ത് കിട്ടുന്നത്. നമ്മൾ നാളെ മരിക്കുമെന്നുള്ളത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല. ചിന്തിച്ചു പോയാൽ സന്തോഷത്തോടെ സ്വീകരിക്കാം. അല്ലതൊന്നും നല്ല നാളെ പോവും. അവരുറക്കം പോലെ ഉറങ്ങാൻ കിടക്കുന്ന പോലെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ വേഗം നമുക്ക് ആവശ്യമാണോ എന്നുള്ളതാണ്. ഒരിക്കലും ഒരു അമ്മമ്മ തന്നെ മോള് ഈ വയലിൽ കൂടി നടക്കുകയാണ്. വയലിൽ കൂടി ചെറിയ വരമ്പാണല്ലോ. അപ്പോൾ അമ്മമ്മയെ വളരെ ശ്രദ്ധിച്ച് പിടിച്ച് നടത്തണം. അപ്പോൾ ഈ പേരക്കുട്ടി അമ്മമ്മയെ വളരെ ശ്രദ്ധിച്ച് നടക്കണം. ഇടയ്ക്ക് അമ്മമ്മ ഒരു കൈ കൊണ്ട് കുത്തി കൊടുത്ത് മുന്നോട്ട് നോക്കി ദീർഘശ്വാസം ഇങ്ങനെ ഇട്ടിട്ട് മുന്നോട്ട് നോക്കും. അമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് നോക്കി എന്തോ ചിന്തിക്കുന്ന പോലെ ദീർഘശ്വാസം വിടുന്നില്ല. എന്താ അമ്മമ്മയെന്ന് ചോദിച്ചു. നിൻ്റെ കാലം കഴിഞ്ഞാൽ ആരാണ് ഈ അമ്മമ്മയെ പിടിച്ചുകൊണ്ട് പോവുക എന്ന് ഓർത്ത് ഞാൻ വിഷമിക്കുകയായിരുന്നു. അപ്പം ഈ പേരക്കുട്ടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരാ നടത്തുന്നത് ചിന്തിക്കുക. അപ്പോൾ പേരക്കുട്ടി മരിച്ചാലും താൻ ചാകത്തില്ലെന്നാണ് ചിന്ത. അപ്പോൾ എല്ലാവരും ഒന്നും പറയുന്നില്ല. എന്നാലും നമ്മൾ പലരും അങ്ങനെയാണ്, ഇതുപോലാണ്. എന്നാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ വേഗം കൊണ്ടുപോകണം. ഇതല്ലേ ഉള്ളത്. IC കിടക്കുമ്പോൾ പല മക്കളും ICയിലായിട്ട് കയറ്റിപ്പെട്ടുള്ള പല മക്കളും എന്നോട് പറയാമേ, എനിക്കപ്പോഴും ഞാൻ ചെയ്ത ചെയ്തവരൊക്കെ ഓർമ്മ വന്ന് അവരോടൊക്കെ എനിക്ക് മാപ്പ് പറയണമെന്ന് ചിന്ത വന്ന്, പിന്നെ ക്ഷമിക്കണമെന്ന് ചിന്ത വന്ന്, എല്ലാവരെയും സ്നേഹിക്കണമെന്ന് ചിന്ത വന്ന്, ഞാൻ ആരൊക്കെ സ്നേഹിക്കാതെ പോയോ അവരൊക്കെ സ്നേഹം കാണിക്കണമെന്ന് ചിന്ത വന്ന്, അവരെല്ലാം കണ്ട് മാപ്പ് പറയണമെന്ന് ചിന്ത വന്ന്, സ്നേഹിക്കണമെന്ന് ചിന്ത വന്ന് ഒക്കെ പറഞ്ഞിട്ട് എന്നോട് പറയാം. അമ്മ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം വീണ്ടും ദേഷിക്കുകയും പ്രതികാരം വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത്. അപ്പോൾ IC കിടന്നപ്പോൾ എനിക്ക് ഈ ചിന്തയെല്ലാം വന്നമ്മേ. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കാര്യം അങ്ങ് മറന്നു പോയിട്ടുണ്ട്. ഇതാണ് ഈ കഷ്ടം. അതുപോലെയല്ലേ മരണം നമ്മൾ മുന്നിൽ ഉണ്ടെന്ന് വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും നന്നായിട്ട് പ്രവർത്തിക്കുമല്ലോ അമ്മേ. അതെപ്പോഴും ഒരു അവയർനെസ്, ആ ബോധം നമ്മൾ ഉണർത്തിക്കൊണ്ടുപോകാൻ ശക്തി തരും എന്ന് മോള് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ചില മക്കൾ പറയുമ്പോൾ ധ്യാനിച്ചിട്ടും ജപിച്ചിട്ടും ഏകാഗ്രത കിട്ടുന്നില്ല. അവതരിൽ ജപിക്കുമ്പോൾ ഒരു യാന്ത്രികമായി തോന്നുന്നു. ജപം ഒരു യാന്ത്രികം പോലെ. ഇങ്ങനെ സാധന ചെയ്യുന്നതിൽ എന്താണ് അമ്മേ വല്ല ഫലമുണ്ടോ എന്ന് ചോദിക്കും. വല്ല മക്കളും വന്ന് ചോദിക്കും. അമ്മ പറഞ്ഞ് അറിയാതെ ഉറക്ക ഗുളിക കഴിച്ചാൽ നമ്മൾ ഉറങ്ങും. അറിയാതെ വിറ്റാമിൻ ഗുളിക കഴിച്ചാൽ നമുക്ക് ശരീരത്തിൽ എഫക്റ്റ് ഉണ്ടാവും, അല്ലേ? അപ്പം അതുപോലെ യാന്ത്രികമായി തോന്നിയാലും നമ്മൾ നിർത്തിവെക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ നടത്തിയിൽ ശ്രദ്ധയില്ല. വേറെ പലതും നമ്മൾ നടക്കുന്നതിന് വ്യായാമം കിട്ടുന്നുണ്ടല്ലോ. നമ്മളിപ്പം രാവിലെ നടക്കാൻ പോകുന്നവർ പലരും പാട്ടും കേട്ട് വെള്ളമൊക്കെ കേട്ട് നടക്കും. അങ്ങനെ ശരീരത്തിന് വ്യായാമം കിട്ടുന്നില്ലേ? അതുപോലെ മക്കൾ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അത് തന്നെ ഒരു ഏകാഗ്രതയാണ്. വിടരുത്. ഓർക്കുമ്പോഴേക്കും ഓർത്ത് ജപിക്കുക. യാന്ത്രികമായാലും ചെയ്യുക. അതിൻ്റെ ഗുണം ഉണ്ടാകും. അത് നിർത്തി വയ്ക്കരുത്.
പിന്നെ അത് സ്വാഭാവികമായിട്ട് വരും. എപ്പോഴും വിശപ്പ് ദാഹം വരത്തില്ല നമുക്ക്. എന്നും പറഞ്ഞു ഡോക്ടർ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ദാഹമില്ല വെള്ളം കുടിക്കും. അപ്പോൾ മക്കൾ ശ്രമിക്കണം. അല്ലെ വെള്ളം കുടിച്ചിലേക്ക് കിഡ്നിക്ക് കല്ല് വരും. അങ്ങനെ നമ്മളിങ്ങനെ വരാൻ പോകുന്ന അപകടങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നത് പോലെ മക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ശ്രമം തന്നെ ഒരു ഏകാഗ്രമാണ്. യാന്ത്രികമായാലും വിടാൻ പാടില്ല. വിശപ്പ് തോന്നിയില്ലെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ലല്ലോ. സമയം ഭക്ഷണത്തിൽ പോകുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. പിന്നെ നമുക്കെപ്പോഴും വ്യാകുലത കിട്ടാൻ പോകുന്നില്ല. തുടക്കത്തിലൊക്കെ ഒരിത്തിരി വ്യാകുലത കിട്ടും, പിന്നെ യാന്ത്രികമായിട്ടേ വരത്തുള്ളൂ. പക്ഷെ വിടാതെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.